പ്രാക്ടിക്കലി ഇവിടെ വന്നു കഴിഞ്ഞാൽ പോസിബിൾ ആകുന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അത് അതിൻ്റെ മറുവശം. അതുകൊണ്ടാണ് പറഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡ് നമുക്ക് പറയാൻ പറ്റത്തില്ല. വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല. ഏതായാലും അത് പറഞ്ഞ പോലെ അതിന് പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ടല്ലോ. അനുസരിച്ച് മാറ്റങ്ങൾ വരികയാണെങ്കിൽ വരുന്നതുകൊണ്ട് ഉപകാരമുണ്ട്. അല്ലാതെ ഇപ്പോൾ ഓരോ പരിപാടി നടക്കുമ്പോൾ 10 മണിയാകുമ്പോഴേക്കും അടിച്ചു കൂട്ടി പോകണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ വന്നിട്ടും വലിയ ഉപകാരം ഉണ്ടാവില്ല, താല്പര്യം ഉണ്ടാവില്ല. അതൊരു ന്യൂട്രലായിട്ട് തന്നെ വരുള്ളൂ. മീൻസ് നമുക്ക് അത് ഓരോ ആൾക്കാരുടെ പെർസ്പെക്റ്റീവിൽ വരുന്നതായിരിക്കും. ഒരു കോമൺ ആയിട്ട് ഏത് വന്നാൽ ആപ്റ്റ് ആയിരിക്കും നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പാലക്കാട് ആപ്റ്റ് ആവണമെങ്കിൽ അത് ഇവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ചില്ല. നമുക്ക് ഒരാളെ വെച്ചിട്ട് പറയാൻ പറ്റില്ലല്ലോ. ഇയാളുടെ പേഴ്സണൽ കാര്യങ്ങൾ മാത്രമേ. പേഴ്സണലായിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏത് ഓപ്ഷൻ ആയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് നോക്കേണ്ടി വരും. അത് ചെയ്യുന്നത് നമുക്കിപ്പോൾ എന്താ പറയുന്നത്, ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡ് എല്ലാത്തും ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമുക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ലവ് മാരേജ് ആയിരിക്കും പറ്റുമെന്ന് വിചാരിക്കും. കാരണം ലവ് മാരേജ് നോക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും മ്യൂച്വലായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മാരേജ് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് ലവ് കം അറേഞ്ച്ഡ് അതാണ് ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ രണ്ടുപേരും പേഴ്സണലി ഇഷ്ടപ്പെട്ടു, അത് വീട്ടുകാരോട് സമ്മതിച്ച് വീട്ടുകാരോട് സമ്മതത്തോട് നടത്തുന്നതായിരിക്കും ഇനി പറ്റുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ കൾച്ചർ നോക്കുന്നത് അമൂല്യമായ ആ സന്തോഷത്തിൽ ഞങ്ങളുടെ പേരും ആലേഖനം ചെയ്തതിന് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.